ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൃണാളാണ് കേട്ടോ. ഈ മൃണാളിനെ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. മൃണാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, മൃണാൾ ബ്ലോഗ്സ് എന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി കേരളത്തിലുള്ള എല്ലാ ഹോട്ടലുകളിലും പോയി ഫുഡ് കഴിക്കുകയും ഫുഡിനെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് റിവ്യൂ ഈ മൃണാളിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പം എല്ലാ ഹോട്ടലുകളിലും കയറി ഇറങ്ങി ഫുഡ് കഴിക്കുകയും ആ ഹോട്ടലിനെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് റിവ്യൂ ആൾക്കാരിൽ എത്തിക്കുകയും ചെയ്യുകയാണ് ഈ മൃണാളിൻ്റെ ജോലി. അപ്പം ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി ഒരു ഹോട്ടലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനെതിരെ കുറച്ച് ആൾക്കാർ അവരുടെ കടയെ പറ്റിയിട്ടുള്ള റിവ്യൂസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മൃണാൾ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഹോട്ടലിൻ്റെ പേര് ഹംഗ്രി മൃണാൾ എന്നാണ്. അപ്പം നമുക്ക് മൃണാളിൻ്റെ കുറച്ച് തലയ്ക്ക് പിടിച്ച അഹങ്കാരം നമുക്കൊന്ന് കാണാം. അതായത് മൃണാളിൻ്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നത് നമുക്കൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് അപ്പം മൃണാളിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. എന്നിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ പറയുന്ന ഉത്തരം തെറ്റ് എന്ന രീതിയിലല്ല. അപ്പൊ ഞാൻ അതിലൊന്നും നിൽക്കുന്നില്ല. പ്രധാനമായി പറയണമെന്ന് തോന്നിയ കുറച്ച് പീസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആദ്യം തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. DC മീഡിയ മലയാളം ചേട്ടാ ബിരിയാണി ഒക്കെ ശോകമാണല്ലോ എന്റെ പൊന്നുമോനെ. അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീ എന്നാ തോന്നിയത് ആളുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ബിക്കോസ് എവിടെയാ വീട് നമ്മൾ എല്ലാ ദിവസവും വെച്ച് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീ ഇവിടുന്ന് വരുന്നതാ. See, there are only 3 possibilities. ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല, നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല, നീ അത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും. അത് കുറെ നേരം എവിടെയെങ്കിലും വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക. അതും അല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല. ഓക്കെ, താങ്ക് യു. അതായത് കേരളത്തിലെ ഏറ്റവും നല്ല ബിരിയാണി ആളിൻ്റെ ആണെന്ന് പുള്ളി സ്വന്തമായിട്ട് അങ്ങ് വിശദീകരിക്കുക കേട്ടോ. മറ്റുള്ളവർ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുമ്പം പുള്ളിയുടെ കടയങ്ങ് പുകഴ്ത്ത് വാങ്ങ്, അങ്ങ് തള്ളി മറിക്ക് വാങ്ങ്. പാവം വ്യക്തി അറിഞ്ഞില്ല കേട്ടോ. ഇതേപോലെ പല കടകളിലും പോയി നെഗറ്റീവ് റിവ്യൂസ് പോസ്റ്റ് ചെയ്യുമ്പോഴൊന്നും തൻ്റെ കടയ്ക്കെതിരെ വരും എന്നുള്ള കാര്യം പുള്ളി ചിന്തിക്കുന്നില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൃണാൾ എന്ന് പറയുന്ന പർട്ടിക്കുലർ വ്യക്തി ഒരു സ്ഥാപനം നടത്താനിരുന്നത് കൊണ്ടായിരിക്കാം കേരളത്തിലുള്ള എല്ലാ കടകളിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അതിനെ പറ്റിയിട്ട് നെഗറ്റീവ് റിവ്യൂ ഇട്ടത്. കാര്യം ഇദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങുന്നത്, അതായത് ഒരു ഹോട്ടൽ തന്നെയാണ് ഈ മൃണാൾ തുടങ്ങുന്നത്. അപ്പം മറ്റുള്ള കടകളെ തകർത്തിട്ട് ഇയാൾക്ക് ഹൈപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇയാളിത് ചെയ്യുന്നത്. എങ്കിൽ പോലും മറ്റുള്ള കടകളിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അതിനെപ്പറ്റി നെഗറ്റീവ് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുമ്പം ഒരിക്കലും അങ്ങേര് ചിന്തിച്ചില്ലേ? അല്ലെങ്കിൽ അങ്ങേര് ചിന്തിക്കണമായിരുന്നു, ഞാനൊരു സ്ഥാപനം ഇടാനിരിക്കുന്നതാണ്, എനിക്കും തിരിച്ച് പല നെഗറ്റീവും വരാമെന്ന്. അപ്പോൾ ഫുഡിനെ പറ്റി പറയുമ്പോൾ എല്ലാം ബിരിയാണി കൊള്ളത്തില്ല എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാണ്: ഒന്നെങ്കിൽ നീ എവിടെയെങ്കിലും വെച്ചിരുന്ന് താമസിച്ച് കേടായതിന് ശേഷമായിരിക്കാം നീ അത് കഴിച്ചിട്ട്, ഇല്ലെങ്കിൽ നീ ബിരിയാണി എന്താണെന്ന് നിനക്ക് അറിയത്തില്ലായിരിക്കും എന്ന്. ശരിയാണ്, ബിരിയാണി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് മോശം ബിരിയാണി തിന്ന ഒരു വ്യക്തി, അപ്പം മോശം ബിരിയാണി എന്താണെന്നായിരിക്കും ഈ കഴിച്ച വ്യക്തിക്ക് അറിയാത്തത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അതിനകത്ത് ബിരിയാണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ശരിയായിരിക്കാം. നല്ല ബിരിയാണി എന്താണ്, അല്ലെ മോശം ബിരിയാണി എന്താണെന്നായിരിക്കും ഈ വ്യക്തിക്ക് അറിയാത്തത്. അതെന്തായാലും നിങ്ങൾ അറിയിച്ചു കൊടുത്തല്ലോ. എനിക്ക് അധികം മസാല ഇഷ്ടമല്ലാത്ത ആളാണ് റിതിൻ. ബിരിയാണിയിൽ അധികം മസാല ഇല്ല. അധികം മസാല ഉള്ളൊരു സാധനം ബിരിയാണി എന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ പറ്റിക്കുകയാണ്. അല്ലെങ്കിൽ അയാൾക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല.
അതല്ലെങ്കിൽ അയാൾ വളരെ മോശം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ആ മസാല വെച്ചിട്ട് ആ ഇൻഗ്രീഡിയൻസിന്റെ ലോ ക്വാളിറ്റിനെ മാസ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അത് കള്ളത്തരം. ഏത് നിലക്ക് നോക്കിയാൽ ബിരിയാണിയിൽ അങ്ങനെ അധികം മസാല ഉണ്ടാവുക പേർഷ്യയിൽ ഉണ്ടാക്കിയ സാധനമല്ല ബിരിയാണി. അത് കഴിഞ്ഞിട്ട് അറബികള് അതിനെ മലബാറിലേക്ക് കൊണ്ടുവന്നു. മലബാറിലായാലും മുളക് പൊടിയൊന്നും നമ്മുടെ അല്ല. അന്നത്തെ കാലത്ത് മുളക് പൊടി നമ്മള് മലബാറിലെ സാധനമല്ല. എവിടെയാണ് നമ്മൾ മുളക് പൊടിയുള്ളത് മലബാറിൽ? അന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് തിരുവാതിര, ഞാറ്റുവേലി, കുരുമുളക് അല്ലേ ഉണ്ടായിരുന്നേ. എങ്ങനെയാണ് മസാല ഉണ്ടാക്കുന്നത് നമ്മള് അന്നത്തെ കാലത്ത്? ഓരോ ഫുഡ് അതായത് ഒരു വ്യക്തി കമൻ്റ് ഇട്ടേക്കുവാണ് മസാല കൂടിപ്പോയി എന്നുള്ളത് വെച്ചിട്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലേ. ചിലർക്ക് മസാല കൂടുതൽ ഇഷ്ടമാണ്, ചിലർക്ക് മസാല കുറവ് ഇഷ്ടമാണ്. അപ്പം നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ അവിടെ പറയുന്നു. അതായത് ഒരു ഹോട്ടൽ ഉടമ എന്ന രീതിയിൽ അദ്ദേഹത്തിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുവാണ്. നമുക്ക് ഇന്ന ഫുഡിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് പറയും. ഇനിയിപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെയും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ പെരുമാറ്റത്തിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ആരോടാണ് അവിടെ പറയുന്നത്? ആ കടയുടെ ഓണറിനോടാണ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അല്ലേ? എങ്കിലല്ലേ ആ കടയെ നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റൂ. ഇപ്പം നല്ലതായിട്ട് പറഞ്ഞ വ്യക്തികളെ പോലും വെറും പുച്ഛമായിട്ട് തള്ളിക്കളഞ്ഞേക്കാണ് ഈ മൃണാൾ. കാര്യം തൻ്റെ കട ഏറ്റവും നല്ലതാണെന്ന് സ്വയം വരുത്തി തീർക്കുകയാണ്. നിങ്ങൾക്ക് സ്വയം വരുത്തി തീർക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു സ്ഥാപനം ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും ആൾക്കാർ കയറണം, നിങ്ങൾക്ക് ആ ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായമാണ് ആദ്യം നിങ്ങൾ സ്വീകരിക്കേണ്ടത്. കസ്റ്റമേഴ്സിനാണ് ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് തന്നെ. അല്ലാതെ കസ്റ്റമേഴ്സിൻ്റെ ശരിയാ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാന്യമായിട്ട് പറയാം, ഞങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി, അടുത്ത സമയം നമ്മളത് തിരുത്തിക്കോളാം എന്ന രീതി നിങ്ങൾ സംസാരിക്കണമായിരുന്നു. അല്ല നിങ്ങളിങ്ങനെ വന്നിരുന്നൊരു വീഡിയോയുടെ മുന്നിൽ വന്നിരുന്ന് നിങ്ങൾ ആൾക്കാരെ കളിയാക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. എത്രയോ കടകളിൽ പോയി ഫുഡ് കഴിച്ച് എത്രയോ കടകളിലെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ചിന്തിക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കാണുമായിരുന്നായിരിക്കും, നിങ്ങളൊരു സ്ഥാപനം ഇടേണ്ടതാണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കും ഉണ്ടായിരുന്നായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണമായിരുന്നു നിങ്ങളൊരു സ്ഥാപനം തുടങ്ങാനും. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവും വരാം പോസിറ്റീവും വരാം. രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂ. സ്റ്റാഫിനെ എത്ര വേണേലും നമുക്ക് കിട്ടും, പക്ഷെ കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടാനാണ് പാട്. ഒരു വട്ടം വരുന്ന കസ്റ്റമേഴ്സ് ഒരു കംപ്ലൈൻറ്റ് പറയുമ്പം അവരുടെ ഇടയ്ക്ക് താഴ്മയായിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, അടുത്ത പ്രാവശ്യം നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ വന്ന കസ്റ്റമേഴ്സ് വീണ്ടും ആ ഒരു സ്ഥാപനത്തിലോട്ട് വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആവശ്യം കസ്റ്റമേഴ്സിനെ അല്ല. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കത്തില്ല, ആൾക്കാരെ നിങ്ങൾ കളിയാക്കില്ല. അതിൽ സർ ഒരു എവിടെ അയ്യോ പോയാ സർ ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച്. എനി കമന്റ്സ് ഓൺ ദാറ്റ്? വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. of course we don't have time for this. എന്ത് വളരെ കൂളായിട്ടാണ് ലൂസേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളുടെ സ്ഥാപനത്തെ അല്ലെ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ ലൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് നാട്ടിലെല്ലാം നടന്നിട്ട് നാട്ടിലുള്ള എല്ലാ ഹോട്ടലുകാരെയും കുറ്റം പറയും. ഉള്ളിവടയിൽ ഉള്ളിയില്ല, അതുപോലെ തന്നെ തേങ്ങാപ്പാലിന് പകരം പശുമ്പാൽ ഒഴിച്ചിട്ട് പത്തിരി കഴിക്കുന്നു, ഷീറ്റിന് താഴെ ഫുഡ് വിളമ്പിയാൽ അത് ഹോട്ടലാകുമോ? ഇതൊക്കെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുമായിട്ട് നടന്നു കഴിഞ്ഞാൽ പൊന്നെ നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കെട്ടി ഒരിടത്തിരിക്കത്തതേ ഉള്ളൂ. നിങ്ങളൊരു സ്ഥാപനം നടത്തുമ്പം നിങ്ങൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ വേണം. നിങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇത്രയും ഫാമിലിയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ വന്നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇത്രയും പേരെ ബാധിക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, നിങ്ങൾക്ക് ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങി, ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ വേണം. ഈ ഇത്രയും ആൾക്കാരെ, ഈ പറയുന്ന യൂട്യൂബിൽ ഇത്രയും ഫാമിലി മെമ്പേഴ്സിനെയും
നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ ലൂസേഴ്സ് എന്ന് വിളിച്ചത് തന്നെ. അങ്ങനെയുള്ള നിങ്ങൾ കൂട്ടിക്കെട്ടി വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ സ്ഥാപനം. കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, നല്ല നല്ല സ്ഥാപനങ്ങളിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് നിങ്ങൾ ആ മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ്, അല്ലെങ്കിൽ ആ ഹോട്ടലുകളിലെ ഫുഡും കഴിച്ചിട്ട് ആ ഹോട്ടലുകളെ കുറ്റം പറഞ്ഞ് നിങ്ങളൊരു സ്ഥാപനം ഇട്ടു. അപ്പം നിങ്ങൾക്കെതിരെ വരത്തില്ല. നിങ്ങളുടെ ഫുഡ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ മറുപടി പറയും, ആൾക്കാർ അഭിപ്രായം പറയും. അപ്പം അതിനെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങളത് നോക്കണം, അത് തിരുത്തണം നിങ്ങൾ. അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ഏറ്റവും വലിയ ഇത് ഞങ്ങളുടെയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റ് ആയത് ഞങ്ങളുടെയാണ് എന്നല്ല പറയേണ്ടത്. കേരളത്തിലെ എത്ര വലിയ റെസ്റ്റോറൻ്റ് ആയെന്ന് പറഞ്ഞാലും ഒരു വട്ടം അവിടുന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ വീണ്ടും അവിടോട്ട് വരണമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. ആ ചിന്തയില്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ വരും? അപ്പോൾ ഈ കേരളത്തിൽ കൂട്ടേണ്ടി വരുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുകയും ചെയ്യും നിങ്ങളുടേത്. ഈച്ച ശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ. അതിനാദ്യം എന്തെങ്കിലും ചെയ്യുമോ? എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്, അവിടെ ഒരു ഈച്ച ശല്യമില്ല. ഇത് എന്താണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത്? കൊച്ചിയില് ഏതൊരു റെസ്റ്റോറന്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിൽ കുറവോ മാത്രമേ അവിടെയുള്ളൂ. അവിടെ വളരെ റെഗുലറായിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ, ഐ മീൻ, ഹാവ് യു ബീൻ ദേർ? നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ? എവിടുന്ന് വരിക? ആരാ? ഇത്രയ്ക്കും പുച്ഛം വേണോ മൃണാളെ? 2-3 ദിവസം മുന്നേയും നിങ്ങൾ ആ ഹോട്ടലിൽ പോയപ്പം ഈച്ചയില്ല. നിങ്ങൾ വന്നതുകൊണ്ട് ഈച്ച പേടിച്ചോടിയതായിരിക്കും. നിങ്ങളല്ലല്ലോ അവിടെ ജഡ്ജ് ചെയ്യേണ്ടത്, വരുന്ന കസ്റ്റമേഴ്സ് അല്ലേ. അതിന് ഇത്രയും നിങ്ങളങ്ങ് പുച്ഛിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ കൊച്ചിയിൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഹോട്ടലുണ്ട്. ഇവിടെ എല്ലാം അവിടെ ഉള്ള അത്ര ഈച്ച ഒന്നും ഞങ്ങളുടെ ഇവിടെ ഇല്ല. അപ്പോൾ ഈച്ച ഉണ്ട്, മൊത്തത്തിൽ അങ്ങ് പറയാൻ വയ്യ. അത്രയൊന്നും അല്ലെങ്കിൽ അതിൽ കുറവ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഈച്ച ഉണ്ട് അവിടെ. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഈ സ്വഭാവമാണെങ്കിൽ പേടിച്ച് ഈച്ച ഓടുന്നതായിരിക്കും. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊരു വീഴ്ച വരെ പേടിച്ചോടുന്നു. പേടിയാണ്. ഓക്കെ, ഈച്ചേന്റെ ഒരു സാധനം ഭയങ്കര പ്രൂവൺ ആയിട്ടുള്ള ഒരു സാധനം. പിന്നെ ഈ ഈച്ചയൊക്കെ വന്ന് കയറുന്നതിന് വലിയ സമയമൊന്നും വേണ്ട. ഇതിലെ കൂടെ വേണമെങ്കിലും വന്ന് കയറാം ഈച്ച, അല്ലേ? അപ്പം എന്നും അവിടെ ഈച്ച ഇല്ലെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈച്ചയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്ഥല സൗകര്യങ്ങളൊന്നും വേണ്ട. ഫുഡ് കഴിക്കുന്നിടം ഈച്ച എല്ലായിടവും ഉണ്ട്, അത് സ്വയം അക്സെപ്റ്റ് ചെയ്താൽ മതി. കൊച്ചിയിലെ ബാക്കി എല്ലായിടവും ഈച്ച ഉണ്ട്. ശരി, നിങ്ങൾ എല്ലാ ഹോട്ടലുകളും കയറി ഇറങ്ങിയതാണ്. നിങ്ങൾ എല്ലാ ഹോട്ടലിനെ പറ്റിയും കംപ്ലൈൻറ്റുകൾ പറയുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യ്. നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യ്. എന്നിട്ട് നിങ്ങളൊരു സ്ഥാപനം കൊണ്ടു നടക്കുക. അതിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ല, കാരണം ആ ഒരു ചിരിയിലുണ്ടല്ലോ പുള്ളി കണക്ക് കൂട്ടിയത്. മാത്തമാറ്റിക്സിൽ അങ്ങനെ തെറ്റ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിൻസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് വേറൊരു ഈച്ചി കൊണ്ട് വന്നേക്കുന്നു. നിങ്ങൾക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ? ജോലി ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. നിങ്ങൾ പല ഹോട്ടലുകളിൽ നടന്ന് അവിടുത്തെ റിവ്യൂ പറഞ്ഞ സമയത്ത് ഞങ്ങളും ചോദിച്ചിട്ടുണ്ട്, തനിക്ക് വേറെ ജോലി ഇല്ലേ എന്നുള്ളത്. കാര്യം പല കടകളും പൂട്ടിക്കാൻ നോക്കുമ്പം എന്തുകൊണ്ട് ആലോചിച്ചില്ല സ്വന്തമായിട്ടും വരും എന്നുള്ളത്. അന്ന് ഞങ്ങളും ചിന്തിച്ചിട്ടുണ്ട്, തനിക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേന്ന്. അതായത് ഞാനല്ല ഇത് കമന്റ്സ് ഡീൽ ചെയ്യുന്നത്, അത് ഡീൽ ചെയ്യാൻ ബുദ്ധി വിവരമുള്ള ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് ഒരെണ്ണേ ഉള്ളൂ, ഒരേ ഒരെണ്ണം. ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ എന്നെ ചുറ്റുമുണ്ടാവുന്ന ഇഷ്ടമല്ല. I put in so much effort to keep toxic people much away from me. എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലോ എൻ്റെ ഒരു പേജിലോ എവിടെയെങ്കിലും വരുന്ന ഒരാള് അയാൾ ഈ വക ടോക്സിസിറ്റി കാണരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് we keep losers away, we keep toxicity away,
ആൻഡ് വി കീപ് ഈ നിഷ്കളങ്കന്മാർ എന്നുള്ള ഭാവേന ചില ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വി കീപ് ദം അവേ ആസ് വെൽ. അവർക്ക് ഇവിടെ സ്വാഗതമില്ല. പിന്നെ ഇവിടെ നമ്മൾ ആരെയും വിളിച്ചിവിടെ കേൾക്കുന്നില്ല. ഓരോരാളും സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ, നിങ്ങളുടെ വീട്ടിലൊരു പാമ്പ് കയറിയ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കൊതുക് കയറിയ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് പാല് കൊടുത്ത് വളർത്തുമോ? അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ട് നേരിക്കുമോ? പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, കമൻസും കാര്യങ്ങളും ഒന്നും ഞാനല്ല ഡീൽ ചെയ്യുന്നത്, അത് ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട് എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിന് ആ ബുദ്ധി ഇല്ലെന്ന് അദ്ദേഹം സ്വയം വന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഫുഡിനെ പറ്റിയിട്ട് ഒരു കമൻറ്റ് നിങ്ങൾക്ക് വന്ന് ഇടുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് അത് ഡിലീറ്റ് ചെയ്യുന്നത്? അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാര്യം ഫുഡ് കഴിക്കുന്നു, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആ ഒരു ഫുഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അത് നിങ്ങളോട് പറയുന്നു. അതിനകത്തിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? അതിനെന്തിനാണ് നിങ്ങൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്? നിങ്ങൾ എത്രയോ സ്ഥാപനത്തിനെ നിങ്ങൾ ഇതാക്കുന്നുണ്ട്. എനിക്ക് മൃണാളിനെ പറ്റി പറയാനായിട്ട് ഇത്രയും മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ സ്ഥാപനത്തിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അവരുടെ വൃത്തിയെയും ഫുഡിനെയും പറ്റി കുറ്റം പറഞ്ഞും നടക്കുന്ന സമയത്ത് സ്വന്തം സ്ഥാപനത്തിനെ കുറിച്ച് ഇതുപോലെ മറ്റുള്ളവർ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ സ്ഥാപനം മാത്രമേ പെർഫെക്റ്റ് എന്ന് അഹങ്കരിച്ച്, അതായത് മറ്റുള്ളവരുടെ കടകളിൽ കയറി വൃത്തിയെയും ഫുഡിനെയും ഒക്കെ കുറ്റം പറഞ്ഞിരുന്ന വ്യക്തി സ്വന്തം സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് മറ്റുള്ളവരുടെ കടകളിൽ കയറി ഫുഡും കഴിച്ച് വൃത്തിയും പറ്റി പറയുന്ന സമയത്ത് സ്വന്തം സ്ഥാപനം തുടങ്ങുമ്പോൾ ഇതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായവും മാനിക്കാൻ ആദ്യം പഠിക്കണം നമ്മൾ. ഓക്കെ, അതായത് മറ്റുള്ളവരുടെ കടകളിൽ കയറി ഫുഡിനെ പറ്റിയും വൃത്തിയെ പറ്റിയൊക്കെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മളോട് വന്ന് പറയുന്ന അഭിപ്രായം പറയുന്നവരുടെ അഭിപ്രായത്തെ ആദ്യമേ മാനിക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, അല്ല ഞാനും എൻ്റെ സ്ഥാപനവും മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ എന്നുള്ള ചിന്ത അത് വിട്ടേരെ. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഞാനും എൻ്റെ സ്ഥാപനവും മാത്രമേ നല്ലതായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ച് നടക്കുന്ന ആ വ്യക്തി ഒരിക്കലും ഒരു ബിസിനസ്സുകാരനല്ല. അതൊരു ബിസിനസ്സുകാരനല്ല. അപ്പോൾ എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, എന്നെങ്കിലും നിങ്ങളുടെ കടയിൽ കസ്റ്റമേഴ്സ് കുറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എൻ്റെ ഭാഗത്തെ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത്. നിങ്ങളോട് വന്ന് കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് നിങ്ങൾ ആ കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്കായിരുന്നു സംസാരിക്കേണ്ടത്. അതായത് എൻ്റെ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഞാനത് ക്ലിയർ ചെയ്തോളാം എന്ന രീതിയിൽ മാന്യമായിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല സംസാരിക്കുന്നത്. നിങ്ങൾ എന്തോ വലിയ ആളാണ്. നിങ്ങളുടെ സ്റ്റാഫിന് വെച്ച് വിളമ്പി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കട തുടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്ത് നിങ്ങൾ പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വീണെടുത്ത് കിടന്ന് ഉരുളാതെ കാര്യങ്ങളെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുക. ആ ഒരു സ്ഥാപനം നല്ല രീതിയിൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിക്ക് കൊണ്ടുവരിക കേട്ടോ. കസ്റ്റമേഴ്സ് ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ ഒതുക്കി തീർക്കുക. അല്ലാതെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായത്തെക്കാട്ടിലും വലുതാണ് നിങ്ങളുടെ ഷെഫ് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റുക കേട്ടോ. നിങ്ങൾ ഉടമയാണെന്ന് പറഞ്ഞ് നിങ്ങളാണോ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. അവിടെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പ്രത്യേക സ്റ്റാഫുകൾ എന്തായാലും ഉണ്ടാകും അല്ലേ? അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടിപ്പോവോ, ഉപ്പ് കുറഞ്ഞു പോകുമോ, ഇച്ചിരി എരിവ് കൂടിപ്പോവോ, എരിവ് കുറഞ്ഞു പോകുമോ ഒക്കെ ഉണ്ടാകും അല്ലേ? അപ്പം ആ ഒരു മിസ്റ്റേക്കിനെ മനസ്സിലാക്കി നിങ്ങൾ ബിസിനസ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.